മായ ബസാർ സന്മനസ്സുള്ളവർക്ക് സമാധാനം ആ ഒരു സീരിയലിലേക്കാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ നമ്മുടെ നത്തോലി നെൽസൺ. അപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഇപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓർമ്മകൾ അയവർക്കാറുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ആദ്യം അഭിനയിക്കുന്ന സീരിയൽ മായ ബസാർ എന്ന് പറയുന്ന നമ്മുടെ നിസാർ സാർ സംവിധാനം ചെയ്ത സീരിയലാണ്. അത് കഴിഞ്ഞ് സന്മനസ്സുള്ളവർക്ക് സമാധാനം, അതിൽ സുരാജേട്ടൻ അനിയനായിട്ട്, അതിലല്ല മറ്റേ തൂവലിട്ടിട്ട് അത് വേറൊരു സീരിയൽ. അത് എങ്കിലും എന്റെ ഗോപാലകൃഷ്ണൻ കെ വി ശശികുമാർ സാർ സംവിധാനം ചെയ്ത സീരിയലാണ്. അപ്പോൾ ഈ സന്മനസ്സുള്ളവർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സീരിയലിലൊരു ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഈ നെത്തോലി നെൽസനാണ്. ചാളമേരിയും നെത്തോലി നെൽസണും കോംബോ. സിനിയുടെ ഒരു സീരിയൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു സീരിയലിൽ ഭയങ്കര പോസിറ്റീവ് പാവം ഒരു ഈ മുഖത്തിന് പറ്റിയ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് വില്ലത്തിയാക്കാനുള്ള ഈ മുഖം കണ്ടിട്ട് ആരാണ് അങ്ങനെ ഒരു ചൂസ് ചെയ്തത്? കൃഷ്ണമൂർത്തി ചേട്ടൻ. ഈ കൃഷ്ണമൂർത്തി സാർ കൂടി അല്ല, അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്രയും ഒരു വലിയ ക്യാരക്ടർ അല്ലായിരുന്നില്ല. ശ്രീധനം ആ സീരിയൽ തന്നെയായിരുന്നു. അതിൽ റിയൽ ആയിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതാണ് അഭിനയിക്കേണ്ട ആവശ്യമേ വന്നില്ല. ഒറിജിനൽ ക്യാരക്ടർ അതായിരുന്നു. ഓ, ഈ ആൾക്കാരുടെ ഒരു റെസ്പോൺസ് ആ പോസിറ്റീവ് ക്യാരക്ടറിനാണ് കൂടുതൽ കിട്ടിയത്, നെഗറ്റീവിനാണ്? ഒരുപാട് തല്ല് കിട്ടി, ചീത്തവിളി കിട്ടി, അടി കിട്ടി. പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് കിട്ടുന്ന ഒരു അവാർഡ് പോലെയായിരുന്നു അതൊക്കെ. എന്തെങ്കിലും അതായത് ഭയങ്കരമായിട്ട് ഇപ്പോഴും ഓർത്തിരിക്കുന്ന വലിയ ഭീകരമായ എന്തെങ്കിലും അടി കിട്ടുക, വഴക്കോരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഞാനുണ്ട്, അമ്മയുണ്ട്. അപ്പം സാധാരണ നമ്മൾ സീരിയലിൽ വരും പറയല്ലോ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിൽക്കാം ഞാനും അമ്മയും. 3rd-ലോ 4th-ലോ എങ്ങാണ്ടായിരുന്നു ട്രെയിൻ. അപ്പം ഞാനും അമ്മയും നിൽക്കുമ്പോഴത്തേക്കും ഒരു വയസ്സുകാരും അമ്മൂമ്മ ബാക്കിലൂടെ വന്നു അറ്റത്തല്ല നോട്ട്, നിനക്ക് വേറൊരാളുടെ ഭർത്താവിനെ തന്നെ വേണോ അല്ലേടിയെന്ന്. അമ്മ നൈസായിട്ട് മുങ്ങി. ഒരു 2 ബാഗ് മേക്കപ്പ് ബോക്സ് എല്ലാം ഞാനും അവിടെ ഇങ്ങനെ നിന്ന് അമ്മച്ചി കേട്ട്, അമ്മച്ചി അത് സീരിയലല്ലേ പറഞ്ഞ കേക്കണ്ടേ, എല്ലാം കേട്ടപ്പോ എല്ലാം ഞാൻ പോയി. നാട്ടുകാർ മൊത്തം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ എപ്പോഴാണ് ഈ കോമഡി എനിക്ക് വഴങ്ങും എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം എപ്പോഴാണ്? കാരണം ഒരു സ്റ്റേജ് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ സിനിയുടെ ഒരു സ്കിറ്റ് ഉണ്ടാവും. അതും ഇവരുടെ കൂടെയാണ് ഞാൻ ആദ്യം. ആണോ? നിങ്ങളുടെ ഒരു കോംബോ ആയിരുന്നോ? ഞങ്ങള് ഈ വെള്ളാനകളുടെ നാട് സീരിയൽ ചെയ്യുന്ന സമയത്ത് കോമഡി ആയിരുന്നല്ലോ. അതെ. അപ്പോൾ ഞങ്ങള് ആ സമയത്ത് പിന്നെ സ്റ്റേജ് അവാർഡ് ഫംഗ്ഷനൊക്കെ നമ്മുടെ ടീമിന്റെ ഒരു സ്കിറ്റ് ഉണ്ടാവാറുണ്ട്. എന്റെ ഫസ്റ്റ് സീരിയലായിരുന്നു ഫസ്റ്റ് ഞാൻ കോമഡി ചെയ്തത്. അത് കെ വി ശശികുമാർ സാറാണ് സിനിയെ കൊണ്ട് കോമഡി ചെയ്യിച്ചത്. ചേട്ടന്റെ മനസ്സിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടോ ഭയങ്കര അടിച്ചു പൊളിച്ചു പോയത്? എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുമിച്ച് US ട്രിപ്പ് ഉണ്ടായിരുന്നു. അത് നല്ലൊരു ഷോ ആയിരുന്നു. എനിക്ക് അത് ഒരുപാട് ആൾക്കാരില്ലെങ്കിൽ പോലും വളരെ ചെറിയ ആൾക്കാരായിട്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. നമ്മൾ ഒരു 1.5 മാസം നമ്മൾ എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു. പിന്നെ നമ്മൾ അന്ന് ഒരു ന്യൂയോർക്ക് സിറ്റിയിൽ പോയപ്പോൾ ആ കുറേ സ്റ്റാച്യൂസ് ഇങ്ങനെ ആൾക്കാരാണ് നിൽക്കുന്നത്. എന്നിട്ട് ഞാനും സെന്തിലേട്ടനും പല സ്ഥലത്തും പോയി പല പോസിലൊക്കെ നിന്നു. എല്ലാവരും എന്തെങ്കിലും പോക്കറ്റ് മണി തന്നാലോ എന്ന് വിചാരിച്ച്. പക്ഷെ നമ്മളെ കണ്ടിട്ട് ലുക്ക് ഇല്ലാത്തതുകൊണ്ട് ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ സെന്തിലേട്ടനെ കണ്ടാൽ മൈൻഡ് ചെയ്യും, കാരണം ലുക്കൊക്കെ മാറി. അന്ന് ഇങ്ങനെയല്ല, അന്ന് ഒരു ക്ഷീണിച്ച ഒരു ഉണക്ക പോലെ ഇരിക്കുന്ന ആള്. ഇത് കഴിഞ്ഞ് ഞാൻ പുകഴ്ത്താം. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഭയങ്കര മാസ് ബോഡി ഇല്ല, ഇത് അറിയാലോ, ഞാൻ സിനിമയിലേക്ക് ഒരു എൻട്രി വിനയൻ സാർ തന്നപ്പോ സാറിന്റെ പറഞ്ഞു, നമ്മള് മണിച്ചേട്ടന്റെ ബോഡി ലാംഗ്വേജ് പോലെ നമുക്ക് ആ സിനിമയിൽ കുറച്ച് വണ്ണമൊക്കെ വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ ജിമ്മിൽ പോയി അധ്വാനിച്ചു. മസിലൊക്കെ വന്നു. പിന്നെ ആ മസിൽ അങ്ങനെ നിലനിർത്തുന്നു. പിന്നെ അത് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യും, ഇടയ്ക്ക് വണ്ണം കുറയ്ക്കും, വണ്ണം കൂട്ടും, അങ്ങനെ. അതാണ് ഈ സെന്തിലേട്ടൻ എപ്പോഴെങ്കിലും മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? രജനീകാന്ത് സർ, അദ്ദേഹം ഒരു കണ്ടക്ടർ ആയിരുന്നു, അങ്ങനെ അഭിനയമോഹമായിട്ട് അദ്ദേഹം ഇറങ്ങുന്നു, വിജയിക്കുന്നു. ഇപ്പൊ താങ്കളും ആ ഒരു പാതയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ഒരു നാൾ നാനും അന്ന് രജനി മാതിരി ആകുമെന്ന്? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു PSC വർക്ക് ചെയ്ത് ഞാൻ ഈ മിമിക്രി പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചില സീസണിൽ പ്രോഗ്രാം കുറവായിരിക്കും. അപ്പം നമുക്ക് ജീവിക്കാനുള്ള കാശ് കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് ഗവൺമെൻറ് ജോലിയാണെങ്കിൽ സൂപ്പർ സുഖമായിട്ട് നമുക്ക് അത്. അങ്ങനെ ഞാൻ PSCക്ക് വേണ്ടി നന്നായിട്ട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് ഒരു 5 ലിസ്റ്റിലോളം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കിട്ടിയത് കണ്ടക്ടറായിരുന്നു. കണ്ടക്ടർ ആകുമ്പോൾ നമുക്ക് പ്രോഗ്രാമിനും പോവാം, ഷൂട്ടിന് പോവാം, എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മളില്ലെങ്കിലും വേറൊരാൾ പകരം ഡ്യൂട്ടിക്ക് കയറും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടക്ടർ ജോലി, പിന്നെ യാത്രകൾ ചെയ്യാം, പിന്നെ നല്ല രസം, നമ്മുടെ ആൾക്കാരോടൊപ്പം നമുക്ക് മിങ്കിൾ ചെയ്ത് അടിപൊളിയായിട്ട് പോവാം, കൂടുതൽ സ്ത്രീകളുമായിട്ട് ഇടപഴകാം. അന്ന് പോയാൽ മതി, അടി കിട്ടും. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ സെന്തിലേട്ടൻ വിനയൻ സാറിന്റെ അടുത്ത് നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഗുരു എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സിനിമ സംവിധായകൻ എന്ന രീതിയിൽ? ഒരുപാട് കാര്യങ്ങൾ സാറിന് എന്താ പറയുക, ആദ്യം ഞാൻ ഒരു പറയുന്ന വാക്കിൽ, ഒരാൾക്ക് കൊടുക്കുന്ന വാക്കിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള കാര്യം. കാരണം സാറ് എന്നെ
കാസ്റ്റ് ചെയ്ത സമയത്ത് സാറിനോട് ഒരുപാട് പേര് പറഞ്ഞു വേണ്ട. കാരണം വേറൊന്നും കൊണ്ടല്ല, മണിച്ചേട്ടനോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് അത് ഈ പുള്ളിക്കാരൻ ചെയ്താൽ അത് ശരിയാകുമോ അന്ന് എൻ്റെ ആ ഒരു രൂപവും, കാരണം എനിക്ക് പോലും ഡൗട്ടായിരുന്നു ഞാനിത് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു പേടി. പക്ഷെ സാർ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ള സാറിൻ്റെ ഒരു വിശ്വാസമുണ്ട്. സാർ ആ ഉറച്ച തീരുമാനത്തിൽ നിന്നു എന്നുള്ളതാണ്, എന്നെ മാറ്റാതെ എന്നെ വെച്ച് തന്നെ ആ പടം എടുത്ത ഒരു സക്സസ് ആക്കി എന്നുള്ളതാണ്. ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം എപ്പോഴും കൂടെ ഉണ്ട്. അതെ.